ഒരുപാട് കാത്തിരിപ്പുകൾക്ക് ശേഷം ഒരുപാട് മാറ്റങ്ങളുമായി നമ്മുടെ SSC CGL 2026 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടല്ലേ. ഓൾറെഡി ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജൂൺ 22-ാം തീയതി വരെ, വരുന്ന ജൂൺ മാസം 22-ാം തീയതി വരെ ആപ്ലിക്കേഷന് സമയം തന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് ടു സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് ആയിട്ടായിരിക്കും നമുക്ക് എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത്, പ്രിലിംസ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ 12,000-ത്തിലധികം വേക്കൻസി ആയിട്ടാണ് ഇത്തവണ ഈ ഒരു എക്സാം നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് എന്തായാലും ഈ ഒരു വേക്കൻസി ഇനിയും കൂടാനേ പോകുന്നുള്ളൂ. എക്സാം ഒക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് കൂടുതൽ വേക്കൻസി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് മാത്രമല്ല, വേറൊരു പ്രത്യേകത കൂടെയുണ്ട്. നമുക്ക് 2 വർഷമായിട്ട് റിപ്പോർട്ട് ചെയ്യാത്ത അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ എന്ന് പറയുന്ന ഗസറ്റഡ് പോസ്റ്റിലേക്കും കൂടെ നമുക്ക് ഇത്തവണ വേക്കൻസി വീണ്ടും റിപ്പോർട്ട് ചെയ്തിട്ടും കൂടെയുണ്ട്. അപ്പൊ ആ ഒരു പ്രത്യേകത കൂടെ നമുക്കിതിൽ വരുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാവരും പേടിച്ചതുപോലെ എന്ന് തന്നെ പറയാം, നമുക്ക് സെക്ഷണൽ ടൈമർ കൂടെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ട്. ഓൾറെഡി എക്സ്പെക്റ്റഡ് ആണ്, കാരണം നമ്മുടെ സെലക്ഷൻ പോസ്റ്റ് എക്സാമിനൊക്കെ ഇത് വന്നിട്ടുണ്ട്. ഓഫ് കോഴ്സ് നമ്മൾ എക്സ്പെക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ആ ഒരു മാറ്റം വലിയൊരു മാറ്റമാണ്, ചെറിയ മാറ്റമല്ല, വലിയൊരു മാറ്റമാണ്. കാരണം പ്രിലിംസിനും കൂടെ സെക്ഷണൽ ടൈമർ വരികയാണ്. പ്രിലിംസിന് 4 സബ്ജക്റ്റിനും നമുക്ക് 15 മിനിറ്റ് വീതമാണ് ഇനി സമയം കിട്ടുള്ളൂ. അതേപോലെ തന്നെ മെയിൻസ് എക്സാമിന് നോക്കുകയാണെങ്കിലും നമുക്ക് അവിടെ ഈ ഒരു ടൈമർ, സെക്ഷണൽ ടൈമർ മാത്സിനും റീസണിങ്ങിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സെക്ഷണൽ ടൈമർ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് അത്രയും കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അക്യുറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യാന്നുള്ള ആ ഒരു മനോധൈര്യത്തോടു കൂടെ നമുക്ക് എക്സാമിന് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ്, ഇന്റൻസ് ആയിട്ടുള്ള പ്രാക്ടീസ് ആണ് ഇനി മുന്നോട്ട് വേണ്ടതല്ലേ. അപ്പൊ ഈ ഒരു മാറിയ പാറ്റേൺ അനുസരിച്ച് സ്മാർട്ട് ആയിട്ട് നമ്മൾ ഈ പഠിച്ചതൊക്കെ ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പുതിയ ബാച്ചാണ് SSC CGL സ്മാർട്ട് റിവിഷൻ ബാച്ച്. നമുക്ക് ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 12-ാം തീയതി മുതലാണ്. ഓഫ് കോഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചതൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും, അതേപോലെ ഈ ഒരു മാറ്റങ്ങൾ എസ്പെഷ്യലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതാണ്. ഈ ഒരു ടൈം ബൗണ്ടഡ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിന് അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നല്ല വൃത്തിക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബാച്ചിൽ 150+ അവേഴ്സ് ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. ഓൾറെഡി നിങ്ങൾക്ക് ലൈവ് ക്ലാസ് കഴിഞ്ഞാൽ അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. അത് കൂടാതെ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ച ക്ലാസ്സസിൽ എന്തെങ്കിലും ഡൗട്ട്സ്, അതായത് നിങ്ങൾ പഠിച്ച ടോപ്പിക്സിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിവിഷൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ റെഗുലർ ബാച്ചസിന്റെ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അടങ്ങിയ പേളിലോട്ടുള്ള ആക്സസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ലൈവ് ക്ലാസ്സസ് ഓഫ് കോഴ്സ് നമുക്ക് PYQ ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്കഷൻ ക്ലാസ്സസ് ആയിരിക്കും. പിന്നെ അത് കൂടാതെ ഈ ഒരു മാറിയ പാറ്റേൺ ബേസ് ചെയ്തിട്ടുള്ള 20 ഫുൾ മോക്ക് ടെസ്റ്റുകളും സെക്ഷണൽ ടെസ്റ്റുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കോഴ്സിന്റെ വാലിഡിറ്റി വരുന്നത് Tier 1 എക്സാം കഴിയുന്നത് വരെ ആയിരിക്കും. അതെന്നാണോ ഇനിയിപ്പോൾ എക്സാം നീട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാണോ എക്സാം ഉണ്ടാകുന്നത് അതുവരെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് വാലിഡിറ്റി ലഭിക്കുന്നതായിരിക്കും. സോ ഇനിയും പഠിച്ചു നിൽക്കേണ്ട, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യൂ, നമുക്ക് പഠിച്ചു തുടങ്ങാം.